തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം കുടുംബമാണ്. അതുപോലെ ഒരു ക്രിസ്തീയ കുടുംബം ദൈവത്തിന്റെ ആലോചനയിലും സ്നേഹത്തിലും സ്ഥാപിതമായതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ കുടുംബ വ്യവസ്ഥയും സ്ഥാപിച്ചു. ഉൽപ്പത്തി 2:24 പറയുന്നു, അതുകൊണ്ട് മനുഷ്യൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേർന്ന് ഇരുവരും ഒരേ ദേഹമായിരിക്കട്ടെ. ഇത് കുടുംബത്തിന്റെ വിശുദ്ധതയും ഐക്യവും നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ പ്രാധാന്യം ദൈവമാണ്. ദൈവം ഇല്ലാത്ത കുടുംബം ഒരു അടിത്തറയില്ലാത്ത വീട് പോലെയാണ്. ഞാനും എൻ്റെ വീട്ടുകാരും യഹോവയെ സേവിക്കും, യോശുവ 24:15 പറയുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയും ദൈവവചനവും പ്രധാനമാകുമ്പോൾ സമാധാനവും അനുഗ്രഹവും ഉണ്ടാകും. ക്രിസ്തീയ കുടുംബത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം സ്നേഹമാണ്, ക്ഷമയാണ്. സ്നേഹം സഹിഷ്ണുതയും ദയയും ഉള്ളതാണ്. 1 കൊരിന്ത്യർ 13:4-7 വാക്യങ്ങളിൽ പറയുന്നു. സ്നേഹമുള്ളിടത്ത് ക്ഷമയും സഹനവും ഉണ്ടാകും. ഭർത്താവും ഭാര്യയും മാതാപിതാക്കളും മക്കളും പരസ്പരം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും വേണം. മാതാപിതാക്കൾ മക്കളെ ദൈവഭയത്തിൽ വളർത്തേണ്ടതാണ്. കുട്ടിയെ അവൻ പോകേണ്ട വഴിയിൽ പരിശീലിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് മാറുകയില്ല. സദൃശവാക്യങ്ങളിൽ പറയുന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ മൂല്യങ്ങളും നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. മക്കൾ മാതാപിതാക്കളെ ആദരിക്കണം. മക്കളെ, കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. എഫേസ്യർ 6:1-2 വാക്യങ്ങളിൽ പറയുന്നു. ഇത് ദൈവം പ്രസാദിക്കുന്ന കാര്യമാണ്. ഒരു കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ശക്തമായിരിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ കൂടിയിരിക്കുന്നത് ഞാൻ അവരോടുകൂടെ ഉണ്ടാകുമെന്ന് മത്തായി 18:20 വാക്യത്തിൽ പറയുന്നു. കുടുംബ പ്രാർത്ഥന നമ്മെ ഒരുമിപ്പിക്കുകയും ദൈവസാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും വരും. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന കുടുംബം ഒരിക്കലും തകരുകയില്ല. ദൈവം നമ്മുടെ ശരണവും ശക്തിയുമാകുന്നു. സങ്കീർത്തനങ്ങൾ 46:1. അതുകൊണ്ട് പ്രിയരെ, ഒരു ക്രിസ്തീയ കുടുംബം സ്നേഹവും പ്രാർത്ഥനയും ദൈവവിശ്വാസവും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാകണം. നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നമ്മുടെ വീടുകളിൽ വസിക്കട്ടെ. യഹോവയെ ഭയപ്പെടുന്നവനും അവന്റെ വഴികളിൽ നടക്കുന്നവനും ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനങ്ങൾ 128 പറയുന്നു. നമ്മൾ എല്ലാവരും ചേർന്ന് കർത്താവിനെ സേവിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.